കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 17 മുതലുള്ള വചനഭാഗത്ത് ഒരു തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ വലിയൊരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലെ യഹൂദയിലുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. കാരണം ഒരു വീട്ടിൽ യേശു വചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വരുന്നത്. തളർവാദ രോഗിയെ കൊണ്ടുവരുമ്പോൾ യേശു ആയിരിക്കുന്ന ആ വീടിന്റെ അകത്തേക്ക് കടന്നു പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ കൊണ്ടുവന്നത്. എന്നാൽ ജനം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ വീടിന്റെ അകത്തേക്ക് അവർക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല. അവർ നോക്കി ഇനി എന്ത് ചെയ്യണം. കിടക്കയുമായിട്ട് വന്ന രോഗിയാണ്. അവർ നോക്കുമ്പോൾ യേശു ആയിരിക്കുന്ന വീടിന്റെ മേൽക്കൂര പൊളിച്ച് അവർ ആ രോഗിയെ യേശുവിന്റെ അടുക്കിലേക്ക് ഇറക്കി. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവരോട് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. കിടക്കയും എടുത്ത് പോകുവാനാണ് യേശു പറയുന്നത്. അപ്പോഴാണ് ശാസ്ത്രിമാരും പരീശന്മാരും ഇത് കേട്ടിട്ട്, ഇവൻ ആര്? പാപങ്ങൾ മോചിക്കാൻ ഇവന് എന്ത് അധികാരം? ദൈവത്തിനല്ലാതെ മറ്റാർക്കും പാപം മോചിക്കാനുള്ള അധികാരമില്ലല്ലോ. എന്നാൽ യേശു പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. ഭൂമിയിൽ പാപം മോചിക്കാനുള്ള അധികാരം യേശുവിനുണ്ട്. പ്രിയമുള്ളവരെ, ഒന്ന് ഓർക്കണം, യേശു പാപം മോചിക്കാൻ കഴിയുന്ന ദൈവമാണ്. നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തത് യേശു കർത്താവ് മാത്രമാണ്. തളർവാദ രോഗിയുടെ തളർവാദം പോകാൻ ഇടവന്നത് അവന്റെ ജീവിതത്തിലെ പാപം യേശു ഏറ്റെടുത്തപ്പോഴാണ്. നിന്റെ ജീവിതത്തിൽ ചില രോഗത്തിലും ചില ബന്ധനത്തിലും ചില അസ്വസ്ഥതയുടെ കെട്ടുകളും കടന്നു വരാൻ ഒരേ ഒരു കാരണം നിന്റെ പാപമായേക്കാം. ഇന്ന് ഈ പാപം എന്റെ യേശുവിന്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ രോഗത്തിൽ നിന്ന് വിടുതലായിരിക്കാം, ശാപത്തിൽ നിന്ന് നിനക്ക് വിടുതലായിരിക്കാം. നിന്റെ കുടുംബം വലിയ അനുഗ്രഹത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. തളർവാദ രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നത് കാണാൻ കഴിഞ്ഞെങ്കിൽ, ഇതുപോലെ എന്റെ കർത്താവിന്റെ അടുക്കൽ ഞാൻ ആരെ കൊണ്ടുചെന്നാലും അവർ സുഖപ്പെടുമെന്ന് അവർ കരുതിയെങ്കിൽ ഇന്ന് നിങ്ങൾക്കും കരുതാം. യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് വന്നോ, യേശു നിങ്ങളെ അനുഗ്രഹിക്കും. അവന്റെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വരും, സൗഖ്യം വരും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു അനുഗ്രഹമായി മാറട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.